SSLC മോഡൽ എക്സാം 2025 ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരാളിൽ കാണുന്ന ആൻറ്റിജനും ആൻറ്റിബോഡിയും. ആൻസർ ഓപ്ഷൻ ബി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ തന്നിരിക്കുന്ന ഒരു സെല്ലിലെ ഡെഫിഷ്യൻസി ഓഫ് വിറ്റമിൻ എ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ അണ്ടർലൈൻ ചെയ്ത ഭാഗം തെറ്റാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനാണ് പറയണത്. അതിൽ എ മാത്രമാണ് മിസ്റ്റേക്ക് ഉള്ളത്. കെമിക്കൽ ഇവല്യൂഷൻ തിയറിക്ക് പകരം പാൻസ്പെർമിയ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, അതുപോലെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോന്നും മാച്ച് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം പറയണത്. അതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹ്യൂമൻ ബ്ലഡിലത്തെ ഒരു കോമ്പോണൻറ്റിൻ്റെ നോർമൽ ലെവൽ തന്നിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തിട്ട് ഏതാണ് ആ കോമ്പോണൻ്റ് എന്ന് എഴുതാനാണ് പറയുന്നത്. ആൻസർ ഗ്ലൂക്കോസ്. അടുത്ത ക്വസ്റ്റ്യൻ, ടേബിൾ ഫില്ല് ചെയ്യാം. ഇനി അടുത്ത സെക്ഷൻ 2 മാർക്കിൻ്റെ. അതിൽ 7ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവൺ സിംറ്റംസ് വെച്ചിട്ട് ഡിസീസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണം. അതിൻ്റെ പ്രിവെൻഷൻ മെത്തേഡ് എഴുതും വേണം. അതിൽ എ ഡിസീസ് ഡിഫ്തീരിയ പ്രിവെൻഷൻ, DPT വാക്സിൻ, മെയിൻറ്റെയിൻ ഹൈജീൻ. ബി ഡിസീസസ് ഫിലാരിസിസ് പ്രിവെൻഷൻ, മോസ്കിറ്റോ കൺട്രോൾ, പ്രോപ്പർ സാനിറ്റേഷൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ, വാക്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ എ ക്വസ്റ്റ്യൻ, ഇതിൽ ബോക്സിൽ തന്നിട്ടുള്ളതിൽ ഡിസീസ് വാക്സിൻ എന്നുള്ള സ്യൂട്ടബിൾ പെയർ എടുത്തിട്ട് എഴുതാനാണ് പറയണത്. അതിൽ ബി ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ബോഡിക്ക് വാക്സിൻ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ആൻസേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ബയോളജിക്കൽ എവിഡൻസും ഫിസിയോളജിക്കൽ എവിഡൻസും. അടുത്ത ക്വസ്റ്റ്യൻ, കുറച്ച് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു DNA ന്യൂക്ലിയോടൈഡ് വരയ്ക്കാനാണ്. പിക്ചർ വരയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അതിൽ എ ക്വസ്റ്റ്യൻ, എക്സും വൈയും ഐഡൻറ്റിഫൈ ചെയ്യുക. ബി ക്വസ്റ്റ്യൻ, എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷന് ഡിഫറൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, 2 ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഫിഗർ. അതിൽ പ്ലാസ്മ മെമ്പറിൻ്റെ ഏതർ സൈഡ്സിലെ ഡിഫറെൻറ്റ് ചാർജസ് എങ്ങനെയാണ് ജനറേഷനും ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസിനും ഹെൽപ്പ് ചെയ്യണത്. അതിൻ്റെ ആൻസർ. അടുത്തത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 14ാമത്തെ ക്വസ്റ്റ്യൻ, ടേബിൾ മാച്ച് ചെയ്യാം. അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 3 ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഡാർവിൻ്റെ തിയറി ഓഫ് ഇവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ എ ക്വസ്റ്റ്യൻ, അതിൽ എക്സിൻ്റെ ഫങ്ഷൻ. ബി ക്വസ്റ്റ്യൻ, ബാക്കി 2 RNAകളുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടേബിൾ ഫില്ല് ചെയ്യാം.
അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ എ ക്വസ്റ്റ്യൻ എക്സ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ ഫങ്ഷൻ. ഓവൽ വിൻഡോ ആണ് എക്സ്. ഇതാണ് ഇന്നർ ഇയറിലേക്ക് വൈബ്രേഷൻ സ്പ്രെഡ് ചെയ്യണത്. ബി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് കൊക്ലിയയിൽ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ്സ് ഹിയറിങ് പോസിബിൾ ആക്കുന്നത്, അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ഓർഗൻസസ് കൊടുത്തിട്ടുണ്ട്. അതിൽ സ്മോക്കിംഗ് എങ്ങനെയാണ് ഈ 3 എഫക്റ്റ് ചെയ്യുന്നതെന്നാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ കാണിക്കുന്ന ഒരു ഫിഗറാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ എ ക്വസ്റ്റ്യൻ എക്സ് എന്ന ലാബിലിരിക്കുന്ന ബാക്ടീരിയ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചേഞ്ചാണ് കൊണ്ടുവരുന്നത്, അതിൻ്റെ ആൻസർ ഹ്യൂമൻ ഇൻസുലിൻ ജീൻ ഈസ് ജോയിൻ ടു ബാക്ടീരിയൽ DNA. ബി ക്വസ്റ്റ്യൻ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ്റെ സബ്സിക്വൻറ്റ് സ്റ്റെപ്സ്, അതിൻ്റെ ആൻസേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും അപ്രോപ്രിയേറ്റ് റീസൺസ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻ ഹൈപ്പോതലാമസിലെയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെയും ന്യൂറോ സെക്രട്ടറി സെല്ലിലെ ഡിഫറൻസ്. ബി ക്വസ്റ്റ്യൻ പോർട്ടൽ വെയിൻ്റെ ഇമ്പോർട്ടൻസ്. സി ക്വസ്റ്റ്യൻ എൻഡോക്രൈൻ സിസ്റ്റത്തിലെ പ്രൈം കൺട്രോളറായിട്ട് ഹൈപ്പോതലാമസിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അതിൻ്റെ ആൻസേഴ്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പിക്ചർ റീഡ്രോ ചെയ്യുക. അതിലെ ക്വസ്റ്റ്യൻ സീലിയറി മസിൽസ് ആണ് ഓൾട്ടർ ദി കർവേച്ചർ ഓഫ് ലെൻസ്. ബി ക്വസ്റ്റ്യൻ ആൻസർ ഒപ്റ്റിക് നെർവ്. സി ക്വസ്റ്റ്യൻ എക്വിസ് ഹ്യൂമർ.